ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി UDF-ഉം LDF-ഉം ഒറ്റക്കെട്ടായി ഈ പ്രശ്നങ്ങൾ മുന്നിൽ വച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമ്മർദ്ദത്തിലാക്കി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അക്കൗണ്ടബിൾ ആക്കി. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട SIR പ്രോസസ് സുതാര്യമായും ഭരണഘടനാപരമായും ജനാധിപത്യപരമായും പൂർത്തിയാക്കാൻ ഒരു കൂട്ടായ ശ്രമം നടത്തേണ്ടതല്ലേ? നോക്കൂ, ഒരു ആസിഫ് ഞാൻ പറയാം. നോക്കൂ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആകുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എൻഷുർ ചെയ്യുമ്പോഴാണ്. ഞാൻ നേരത്തെ ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നായിട്ട് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു ആശയം അത് ഉയർത്തിപ്പിടിക്കാൻ, അല്ലെങ്കിൽ ഫ്രീ ആൻഡ് ഫെയർ ഇല്ല എങ്കിൽ ജനാധിപത്യം ഇല്ല. നോക്കൂ, ഞാൻ വോട്ട് ചെയ്ത ആളാണോ ജയിച്ചിരിക്കുന്നത് എന്ന സംശയം, അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്നതല്ല, ഭൂരിപക്ഷം വോട്ട് ചെയ്ത ആളാണോ യഥാർത്ഥത്തിൽ ജയിച്ചിരിക്കുന്നത്, അതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? ആ ചോദ്യത്തിന് വ്യക്തമായി അല്ല എന്നെയും അജിംസിനെയും ഷാബു പ്രസാദിനെയും നരേന്ദ്രമോദിയെ ഉൾപ്പെടെ കോൺഫിഡൻസിൽ എടുക്കുന്ന രീതിയിൽ ഒരു മറുപടി പറയേണ്ടതിന് പകരം അവർ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൺവിൻസിങ് എക്സ്പ്ലനേഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഈ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. എല്ലാവർക്കും വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് പ്രാഥമികമായി ജനാധിപത്യ ഫംഗ്ഷനാണ്. ഈ പാർപ്പിടമില്ലാത്തവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണമല്ലോ. അപ്പോൾ അഡ്രസ്സ് എന്ന് പറയുന്ന കാര്യം കോംപ്രമൈസ്ഡ് ആയതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു വീട്ടിൽ 80 പേര് താമസിക്കുന്നതിന് കാരണം അതാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയുണ്ടായി. പക്ഷേ ഈ 80 പേര് താമസിക്കുന്ന 80 പേർക്കും മാതാപിതാക്കളുണ്ടല്ലോ, അല്ലേ? അതിനകത്ത് ABCD എന്നും LMNO PQ എന്നും എഴുതേണ്ട കാര്യമില്ലല്ലോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ എഴുതുന്നൊരു സംവിധാനം കേരളത്തിൽ ഭാഗ്യവശാൽ അങ്ങനൊരു സംവിധാനം ഉണ്ടായില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഒരു ഓഫ് ലൈറ്റ് റിയലൈസേഷൻ ഉണ്ടായെങ്കിൽ പോലും ആ ടൈമിൽ, ആപ്റ്റ് ടൈമിൽ കിട്ടാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടന്നതെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് മടിയില്ല. അത് നമ്മൾ ഇച്ചിരൂടെ കെയർഫുൾ ആകേണ്ട, ഇപ്പം നമുക്ക് കെയർഫുൾ ആകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. നോക്കൂ, ഇത് കള്ളവോട്ടുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. ഇത് കള്ളവോട്ടാണോ എന്ന് ചോദിച്ചാൽ കള്ളവോട്ടാണ്. പക്ഷേ കള്ളവോട്ട് മാത്രമല്ല, ഇപ്പം ഒരു CPM-കാരനോ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ ഒരു ബൂത്തിൽ കയറി മരിച്ചുപോയ ഒരാളുടെ പേര് കയറി ഒരു വോട്ട് ചെയ്യും, അത് കള്ളവോട്ടാണ്. അത് അയാൾ ഒരു ട്രിക്ക് ഉപയോഗിച്ചു, അയാൾ ഒരു കള്ളം ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതല്ല ഒരു സിസ്റ്റം തന്നെ ഇതിനെ മിസ്ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഇതിപ്പം ഈ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒന്നും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയ ബ്രീഫിങ്സ് കണ്ടാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ആണല്ലോ. അതിനകത്ത് എന്തിനാണ് ഈ പറയുന്ന അമിത്ഷായും ബാക്കിയുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ബിക്കോസ് അവർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് വേണ്ടി മുന്നോട്ട് നിന്നവരാണെങ്കിൽ, അവർ മാനിപ്പുലേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല എങ്കിൽ, അവർക്ക് ഈ പറയുന്ന അൺഡ്യൂ ഗെയിൻസ് ഒന്നും വേണ്ട എങ്കിൽ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കട്ടെ. ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾക്ക് പ്രോപ്പർ ആൻസർ പറയുന്നതിന് ഇലക്ഷൻ കമ്മീഷന് എന്താ ബുദ്ധിമുട്ടോ? അല്ല, ഇത് പരിഹരിക്കും എന്ന് പറയുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം, ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാ, അല്ലേ? അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതും അതിനു മുമ്പ് പറഞ്ഞതിനെക്കാട്ടിലും വലിയ വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധി ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അങ്ങനെ ഇരിക്കെ ആ വിഷയം ചുരുക്കത്തിൽ പറഞ്ഞ ഒരു പ്രിവെൻറ്റീവ്, നമ്മൾ ഈ പ്രിവെൻറ്റീവായിട്ടെങ്കിലും നമ്മൾ ഒന്ന് കെയർഫുൾ ആകണമല്ലോ, അല്ലേ? ഒരു കോഷ്യസ് ആകുന്ന രീതിയിൽ ഇടപെട്ട് ഇത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, ഇത് പരിഹരിക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇലക്ഷൻ കമ്മീഷനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷനായിട്ട് തന്നെ അവരുടെ ഫ്രീ വില്ലിൽ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവരൊന്നും ചെയ്തിട്ടില്ല. അവർ രാഹുൽ ഗാന്ധി പറയുന്നതോ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നതിനെയൊക്കെ ഡിനൈ ചെയ്യുന്ന ഒരു ഡിനയൽ മോഡിൽ നിൽക്കുന്നു. എന്നുവെച്ചാൽ പല എക്സ്പ്ലനേഷൻസും അല്ലെങ്കിൽ അവരുടെ ബ്രീഫിംഗ് എടുത്തു കഴിഞ്ഞാൽ BJP-യുടെ ഒരു അധ്യക്ഷൻ പറയുന്ന ലെവലിലേക്ക് അവർ സ്റ്റാൻഡേർഡ് അവരുടെ കൂപ്പ് കുത്തിയാണ് അവർ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
അത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ അവർക്കൊരു താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അത് ഇപ്പം തുടങ്ങിയതല്ല, ഇതിനു മുമ്പാണെങ്കിലും പ്രൈം മിനിസ്റ്ററിൻ്റെ ഓരോ വേർഡ്സും പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ കോഡ് ഓഫ് കണ്ടക്ട് നിൽക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അതിനെതിരെയുള്ള ഇവരുടെ ആക്ഷൻസും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടുണ്ട്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം വായിച്ചെടുക്കേണ്ട ഒരു വിഷയമല്ല. അങ്ങനെ നിൽക്കേ ഈ സംസ്ഥാനത്തിൻ്റെ വിഷയം മാത്രമല്ല, ഇപ്പോൾ ഈ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് മാത്രമാണ് BJP കിട്ടിയത്. പക്ഷേ ഈ പറയുന്ന ഷാബു പ്രസാദിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ലോക്കൽ ഗവൺമെൻറ്റുകളാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. UP-യിലും ബീഹാറും അങ്ങനെയുള്ള സംസ്ഥാനം അല്ലെങ്കിൽ മധ്യപ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത്. അവിടെ ഒക്കെ നിങ്ങളാണ് ഭരിക്കുന്നത്. ഈ രാജ്യത്ത് കൂടുതൽ സ്ഥലത്തും നിങ്ങളുടെ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറാണുള്ളത്, അല്ലെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം നിങ്ങൾക്ക് വേണ്ടി കൂപ്പുകുത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുള്ളത്. അത് നിങ്ങൾ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ദുർവിനിയോഗം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അഡീഷണലായി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും മാത്രമല്ല, രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ടിയത് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ വിഷയമാണ്. അതിന് ഒരു CPM-ഉം കോൺഗ്രസും ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുന്നതിന് ഉപരി ഞാനും അജിംസും ഒന്നിച്ച് നിൽക്കണം. അതിനകത്ത് നമ്മൾ രണ്ടും CPM-ഉം അല്ല കോൺഗ്രസ്, എനിക്ക് CPM മെമ്പർഷിപ്പ് ഉള്ള ആളല്ല. അതിന് മേളിൽ ജനാധിപത്യ സമൂഹം ഒന്നിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.